ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് റിച്ചൂസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ട കേക്കാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് സാൾട്ട് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ കട്ടയൊക്കെ ഉടച്ച് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ അരിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കാനും ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ വാനില എസൻസ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ഭയങ്കര കുത്തലായിരിക്കും. വാനില എസൻസിൻ്റെ കുത്തൽ ഭയങ്കരമായിരിക്കും. ഇപ്പോൾ ഇത് നല്ല പോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ 1/2 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം ഒപ്പം ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കട്ട കെട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാവും നല്ലത്. ഇപ്പം നമ്മുടെ ലാസ്റ്റത്തെ ബാച്ച് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഒരു റിബൺ പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. അതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം. ഇനി ഞാനിത് 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇത് ഡിഫറെൻറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു കളറിലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 കളറിലായിട്ട് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഞാൻ 3 കളർ എടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ ആൻഡ് റോസ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം 1-2 ഡ്രോപ്പ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിതിപ്പോൾ 4 കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിരട്ടയാണ്. ഞാനിവിടെ 4 ചിരട്ട എടുത്തിട്ടുണ്ട്.
അതിൻ്റെ അകം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഓയിൽ വെച്ചിട്ട് ഞാനൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ചിരട്ടകളും ഒന്ന് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം ചിരട്ടകളിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കുക. ഒരു 3/4 ഭാഗത്തോളം മാത്രം നിറച്ച് കൊടുത്താൽ മതി, മുഴുവനായിട്ട് നിറക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ചിരട്ട ഒരു ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബൗളിൻ്റെയോ ഒക്കെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിരട്ട ചെരിഞ്ഞു പോകാതെ തന്നെ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിരട്ടയൊക്കെ വെച്ചാൽ ചെരിഞ്ഞു പോകുമല്ലോ. ഇത് ചെരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബൗളിൻ്റെയോ ഒക്കെ മുകളിൽ വെക്കുക. ബാറ്ററി ചിരട്ടയിലേക്ക് ആക്കി കഴിഞ്ഞാൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒരു 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ അല്പം ഉപ്പ് വെതറിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിരട്ടകളെല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചെരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊരു 20-25 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. പിന്നെ ഉള്ളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. 25 മിനിറ്റ് ആയിട്ട് ഒന്ന് പൊക്കി നോക്കണം. 25 മിനിറ്റ് ആയിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. നല്ല പോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് 25 മിനിറ്റ് വെക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഓരോരുത്തരുടെ തീയിനനുസരിച്ചിരിക്കും. 25 മിനിറ്റ് ആയിട്ട് തുറന്ന് നോക്കിയിട്ട് കുക്കായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ മതി. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ പപ്പടം കുത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനോണ്ടൊന്ന് കുത്തി നോക്കിയാൽ അകം ബേക്കായിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ ചിരട്ടയിൽ നിന്ന് ഒന്ന് വിടിവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു സ്പൂണോ കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിരട്ട കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പല കളറിലും ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളറിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ 2 കളറിൽ ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കേക്ക്. ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഷുഗർ ബോൾസും അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പും വെച്ചിട്ടാണ്. ഇത് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചിരട്ട കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.